നിലവിൽ അടിയന്തര ധനസഹായമായിട്ടാണ് മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ചികിത്സയിലുള്ളവർക്ക് 3 ലക്ഷം രൂപ കൂടി നൽകാം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ ഒരു അടിയന്തര യോഗം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം കരൂരിലേക്ക് തിരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ നൽകും. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവർക്ക് നിലവിൽ 3 ലക്ഷം രൂപ നൽകാൻ കൂടിയുള്ള തീരുമാനമായിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല മരണസംഖ്യയിൽ ഒരു വർധനവുണ്ടായിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 37 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ മരണസംഖ്യ കൂടി ഉയരുകയാണ്. മരണസംഖ്യ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെയും അതൊരു 40നോടൊക്കെ അടുത്ത് നിൽക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ മരണസംഖ്യ കൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയാൻ കഴിയുക. തമിഴ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ 35 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് തമിഴിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെയും നൽകുന്നത്. അപ്പോൾ ആ തരത്തിൽ മരണസംഖ്യ കൂടി ഉയരുന്നുണ്ട്. നേരത്തെ സെന്തിൽ ബാലാജി പറഞ്ഞപ്പോൾ നമ്മൾ ആശ്വാസത്തോടെ കേട്ടത് ഒരുപക്ഷെ ഇതൊരു 32 പേർ എന്നുള്ള രീതിയിലൊക്കെ മരണസംഖ്യ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ അത് വീണ്ടും ഉയരുകയാണ്. അത് 35ലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് 36 37 ഒക്കെ പല ദേശീയ മാധ്യമങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 35 എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പേർ മരിച്ച ഒരു വലിയ സംഭവമാണ്.